സ്റ്റോക്ക് മാർക്കറ്റിലെ വിവിധ തരം ഓർഡർ ടൈപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ പ്ലേലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് എസ് എൽ ഓർഡർ അല്ലെങ്കിൽ എസ് എൽ ലിമിറ്റ് ഓർഡർ എന്താണെന്നുള്ളതും എങ്ങനെ നമുക്ക് സെറോദയുടെ വെബ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടൊരു എസ് എൽ ഓർഡർ അഥവാ എസ് എൽ എം കെ ടി ഓർഡർ അല്ലെങ്കിൽ എസ് എൽ ലിമിറ്റ് ഓർഡർ അതും അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇതൊക്കെ എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് എസ് എൽ എം ഓർഡറോ അല്ലെങ്കിൽ എസ് എൽ ഓർഡറോ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ട് തരത്തിലാണ് നമ്മൾ മെയിനായിട്ട് എസ് എൽ ഓർഡർ സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യാറുള്ളത്. നമ്മുടെ കയ്യിലൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ അതിനൊരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എസ് എൽ ഓർഡർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എസ് എൽ എം ഓർഡർ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടൊരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എസ് എൽ ഓർഡർ ചൂസ് ചെയ്യാനായിട്ടും പറ്റുന്നതാണ്. നമുക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം കണ്ട് മനസ്സിലാക്കാം. ഞാനിവിടെ എൻ്റെ വാച്ച് ലിസ്റ്റിൽ നിന്ന് ഞാൻ ടാറ്റ സ്റ്റീലിൻ്റെ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ബൈ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോസുകളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് ബൈ ചെയ്യാം. ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 160 രൂപയാണ്. അപ്പോൾ 160 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യാം. ലിമിറ്റ് ഓർഡർ നമ്മൾ യൂസ് ചെയ്തത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ ബൈ ചെയ്യാനായിരുന്നു. നമുക്ക് ഫേവർ ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രൈസിലൊരു ബൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ലിമിറ്റ് ഓർഡർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പോൾ കറൻ്റ് 160 രൂപക്കാണ് ടാറ്റ സ്റ്റീൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 160നേക്കാൾ കുറഞ്ഞ പ്രൈസൊക്കെ ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്താൽ മതി. എന്നാൽ ഇപ്പോൾ 160 രൂപ 40 പൈസക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാറ്റ സ്റ്റീലിൻ്റെ സ്റ്റോക്കിനെ നമുക്ക് ഒരു 161 രൂപ 162 രൂപ എത്തുന്ന സമയത്ത് ബൈ ചെയ്യണം. അതിനുള്ള ഓപ്ഷൻ എന്താണ്? മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിലേ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുള്ളൂ. ലിമിറ്റ് ഓർഡർ ഉപയോഗിച്ചിട്ട് ഇവിടെ 162 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 162നോ അതിന് താഴെയോ കിട്ടുന്ന പ്രൈസിൽ എനിക്ക് ബൈ ചെയ്യണം എന്നാണ്. ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 160, അതായത് നമ്മൾ കൊടുത്ത ലിമിറ്റ് പ്രൈസിന് ആൾറെഡി താഴെയാണുള്ളത്. നമ്മൾ എന്താ ഇവിടെ പറയുന്നത്? 162നോ അതിന് താഴെയോ ലഭിക്കുന്ന സമയത്ത് ബൈ ചെയ്യണം. ആൾറെഡി സ്റ്റോക്ക് 162ന് താഴെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ എക്സിക്യൂട്ട് ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിന് മുകളിൽ എത്തുമ്പോൾ നമുക്കൊരു സ്റ്റോക്കിനെ എങ്ങനെ ബൈ ചെയ്യാം? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓർഡറാണ് എസ് എൽ ഓർഡർ അല്ലെങ്കിൽ എസ് എൽ എം ഓർഡർ. ഇത് രണ്ടും സെയിം ഓർഡേഴ്സുകളാണ്. എസ് എൽ എം ഓർഡറും എസ് എൽ ഓർഡറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് എസ് എൽ എം ഓർഡർ എന്താണെന്ന് മനസ്സിലാക്കാം. സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ. ഇവിടെ കണ്ടോ, നമുക്കൊരു പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടാവും. ഇപ്പോൾ 160 രൂപക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റോക്ക് എനിക്ക് 162 രൂപ എത്തുമ്പോൾ ബൈ ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എസ് എൽ എം ഓർഡർ ചൂസ് ചെയ്താൽ മതി. ഇത് ആക്ച്വലി നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാൻ വെക്കുന്ന ഒരു ഓർഡറാണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു എൻട്രി എടുക്കാനും പറ്റും. കറൻറ്റ് മാർക്കറ്റ് പ്രൈസിന് മുകളിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ് എൽ എം ഓർഡർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റോക്കിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്, ഇക്വിറ്റിയിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ എസ് എൽ എം ഓർഡർ മതി. അല്ല എങ്കിൽ ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ എസ് എൽ എം ഓർഡർ വെക്കാനായിട്ട് പറ്റില്ല. എസ് എൽ ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടി വരും, അഥവാ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടി വരും. ഇവിടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 160 രൂപക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാറ്റ സ്റ്റീലിൻ്റെ പ്രൈസ് കൂടി 162 എപ്പോൾ എത്തുന്നോ അന്നേരം ഒരു മാർക്കറ്റ് പ്രൈസിൽ നമ്മുടെ ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആവും. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ബൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓർഡർ അവിടെ പ്ലേസ്ഡ് ആയി. ഇനി ഞാൻ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ കാണാൻ പറ്റും, എൻ്റെ ഓർഡർ ഓപ്പൺ ഓർഡേഴ്സിൽ കിടക്കുന്നുണ്ട്. ഒരിക്കലും ഇത് എക്സിക്യൂട്ട് ആയിട്ടില്ല. എപ്പോഴേ ഇത് എക്സിക്യൂട്ട് ആവുള്ളൂ? ടാറ്റ സ്റ്റീലിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 160 രൂപ 45 പൈസയാണ്. ഇതിൻ്റെ വില കൂടി 162 സമയത്ത് ഈ ട്രേഡ് ബൈ ആവും. അതായത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിന് മുകളിൽ എത്തുന്ന സമയത്ത് നമുക്ക് ബൈ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഓർഡർ ഒന്ന് മോഡിഫൈ ചെയ്യുന്നു. മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ഇനി ഇവിടെ എസ് എൽ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ എന്താ വ്യത്യാസം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. എസ് എൽ എം എന്ന് പറയുമ്പോൾ പ്രൈസ് കൂടി 162 എത്തുന്ന സമയത്ത് നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവും. എന്നാൽ നമുക്കിവിടെ ഒരു ലിമിറ്റ് പ്രൈസ് കൂടെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ലിമിറ്റ് പ്രൈസിൻ്റെ അവിടെ ഞാനിപ്പോൾ ഒരു 165 രൂപ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണുള്ള ഗുണം? സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടി 162 എത്തുമ്പോൾ നമ്മുടെ ഓർഡർ ട്രിഗർ ആവും. ഒരിക്കലും 165 എന്നുള്ള പ്രൈസിന് മുകളിൽ പോയിട്ട് ഓർഡർ എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എസ് എൽ ഓർഡർ ചൂസ് ചെയ്താൽ മതി. അതല്ല മാർക്കറ്റ് പ്രൈസിൽ തന്നെ എക്സിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ എസ് എൽ എം ഓർഡർ ചൂസ് ചെയ്താൽ മതിയാകും. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ഇക്വിറ്റിയിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്, സമാധാനമായിട്ട് ട്രേഡ് നടക്കുന്ന ഇക്വിറ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഇവിടെ 162 തന്നെ കൊടുത്താൽ മതി. എന്നാലും നിങ്ങളൊരു ഓപ്ഷൻ കോൺട്രാക്റ്റിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് SLM ഓർഡർ ചൂസ് ചെയ്യാൻ പറ്റില്ല, SL ഓർഡർ മാത്രമേ ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രൈസ് കൂടി 162 എത്തുമ്പോൾ ഓർഡർ എന്ത് ചെയ്യും, നമ്മുടെ എക്സ്ചേഞ്ചിലേക്ക് പോകും. 165 താഴെയുള്ള ഒരു പ്രൈസിൽ വെച്ചിട്ട് നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്യാവശ്യം ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റിൽ ഓപ്ഷൻ കോൺട്രാക്റ്റിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ട്രിഗർ പ്രൈസും ലിമിറ്റ് പ്രൈസും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു 3 പോയിന്റിന്റെ ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഇല്ല എങ്കിൽ പ്രൈസ് 162 എത്താതെ 165 ജമ്പ് ചെയ്തു പോയി, 162 ടച്ച് ചെയ്യാതെ അല്ലെങ്കിൽ 162 നമ്മുടെ ഓർഡർ ട്രിഗർ ആയി, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 165 മുകളിലുള്ള ഒരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഈ ട്രിഗർ പ്രൈസും ലിമിറ്റ് പ്രൈസും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഞാനിപ്പോൾ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടൊന്ന് മോഡിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ ട്രിഗർ പ്രൈസ് 162 ആണ്. ടാറ്റ സ്റ്റീലിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 160 രൂപയാണ്. അതിൻ്റെ വില കൂടി 162 എത്തുമ്പോൾ എൻ്റെ ഓർഡർ ട്രിഗർ ആകും. ഒരിക്കലും 165 എന്നുള്ള പ്രൈസിന് മുകളിൽ പോയിട്ട് ട്രിഗർ ആവില്ല, അതിന് താഴെയുള്ള പ്രൈസിൽ ട്രിഗർ ആവും. നല്ല ട്രേഡ് നടക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ മിക്കവാറും 162 തന്നെ ഓർഡർ നമുക്ക് എക്സിക്യൂഷൻ കിട്ടും. ഇനി നമുക്ക് SL ഓർഡർ അല്ലെങ്കിൽ SL ലിമിറ്റ് ഓർഡർ ഒരു സെല്ലിൻ്റെ കേസിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഞാനിപ്പോൾ നിലവിൽ പ്ലേസ് ചെയ്ത ഓർഡർ ക്യാൻസൽ ചെയ്യുന്നു, ഞാൻ പുതിയൊരു ഓർഡറിലേക്ക് വരികയാണ്. ഞാനൊരു സെൽ ഓർഡറാണ് ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സെൽ ഓർഡർ നമുക്ക് ഓരോ ഓർഡർ ടൈപ്പുകളും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ സെല്ല് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാർക്കറ്റ് ഓർഡർ ചൂസ് ചെയ്താൽ മതി. ഇനി ഒരു ഹയർ പ്രൈസിലാണ് സെല്ല് ചെയ്യേണ്ടതെങ്കിൽ ലിമിറ്റ് ഓർഡർ ചൂസ് ചെയ്താൽ മതി. ഇപ്പോൾ 160 രൂപ 35 പൈസക്കാണ് ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് സെല്ല് ചെയ്യേണ്ടത് 165 രൂപക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ 165 എന്ന് കൊടുത്തിട്ട് ലിമിറ്റ് ഓർഡർ ചൂസ് ചെയ്തിട്ട് സെല്ല് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴാണോ പ്രൈസ് 165 മുകളിലേക്ക് പോകുന്നത് അന്നേരം സെല്ല് എക്സിക്യൂട്ട് ആവും. ഈ രണ്ട് ഓർഡർ ടൈപ്പുകളും നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത ആളുകൾ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. എന്നാൽ ടാറ്റ സ്റ്റീലിൻ്റെ പ്രൈസ് കുറഞ്ഞു വരുന്ന സമയത്ത് എനിക്ക് സെല്ല് ചെയ്യണം. ഇപ്പോൾ 160 രൂപയാണ്, വില കുറഞ്ഞൊരു 155 രൂപ ആവുന്ന സമയത്ത് എനിക്ക് ടാറ്റ സ്റ്റീലിനെ സെല്ല് ചെയ്യണം. അതിന് നമുക്ക് ഏത് ഓർഡർ പ്ലേസ് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ SLM ഓർഡർ ചൂസ് ചെയ്യാം. വില കുറഞ്ഞ് 165 സമയത്ത് വില കുറഞ്ഞ് 155 സെല്ല് ചെയ്താൽ മതിയെങ്കിൽ നമുക്കിവിടെ SLM ഓർഡർ ചൂസ് ചെയ്യാം. ദെൻ SLM ഓർഡർ ചൂസ് ചെയ്തിട്ട് ഞാൻ സെൽ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഓർഡർ അവിടെ പ്ലേസ്ഡ് ആയി. ഓപ്പൺ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഓപ്പൺ ഓർഡേഴ്സിൽ ഇവിടെ ടാറ്റ സ്റ്റീലിൻ്റെ ഒരു സെൽ ഓർഡർ ഞാൻ പ്ലേസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 160 രൂപയാണ്. ഇതിൻ്റെ വില കുറഞ്ഞ് 155 മാർക്കറ്റ് പ്രൈസിൽ, അപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിലേക്ക് സെല്ല് കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോൾ പ്ലേസ് ചെയ്ത പോലെ ഒരു ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. ഇവിടെയും നമുക്ക് SL ലിമിറ്റ് ഓർഡറും കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ SL ലിമിറ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്തായിരിക്കും? നമുക്കിവിടെ SL ചൂസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അതായത് ഇപ്പോൾ 160 രൂപക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞ് 155 നമ്മുടെ ഓർഡർ ട്രിഗർ ആകും. ഒരിക്കലും അതൊരു 154 താഴെ പോകരുത്. 155 എനിക്ക് ഓർഡർ ട്രിഗർ ആവും. 154 താഴെ വരുന്ന സമയത്ത് ഒരിക്കലും ഓർഡർ കിട്ടരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലിമിറ്റ് പ്രൈസ് 154 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ ഞാനിവിടെ മോഡിഫൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, എനിക്ക് അവിടെ ഒരു ലിമിറ്റ് പ്രൈസ് കൂടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഞാനൊരു ഓർഡർ സെല്ല് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രൈസ് ലാസ്റ്റ് ട്രേഡർ പ്രൈസ് 160 രൂപയാണ്. വില കുറഞ്ഞ് 155 നമ്മുടെ ഓർഡർ ട്രിഗർ ആകും. 154 മുകളിലുള്ള ഒരു പ്രൈസിൽ വെച്ചിട്ട് മിക്കവാറും അപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ വെച്ചിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്ത് പൊസിഷൻസിലേക്ക് നമ്മുടെ ആ ഒരു ഓർഡർ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഓർഡർ കൊടുക്കാനും നമുക്ക് ഇവിടെയുള്ള SLM ഓർഡർ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ SL ലിമിറ്റ് ഓർഡർ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ടാർഗറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ആൾറെഡി എൻ്റർ ചെയ്തൊരു പൊസിഷൻ എങ്ങനെ ഒരു ടാർഗറ്റ് ഓർഡറും സ്റ്റോപ്പ് ലോസ് ഓർഡറും കൊടുക്കാം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. സോ സെറോദയുടെ വെബ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ SL ഓർഡർ അല്ലെങ്കിൽ SLM ഓർഡർ, സ്റ്റോപ്പ് ലോസ് ഓർഡർ, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ എങ്ങനെ പ്ലേസ് ചെയ്യാം, എന്തിനു വേണ്ടി പ്ലേസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എൻ്റർ ചെയ്തൊരു പൊസിഷൻ എങ്ങനെ ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൊടുക്കാം
കൊടുക്കാം എന്നുള്ള വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.